ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങൾ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഇന്ന് എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഇറച്ചിപ്പത്തിരിൻ്റെ റെസിപ്പിയൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുനോക്കുക. അതുപോലെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഈ മാസത്തെ ഗിവ് അവേ വിന്നറെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇന്നിപ്പം ചിക്കൻ കറിയും പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ഇറച്ചി പത്തിരി കേട്ടോ. അതാണ് ഇന്നത്തെ നോമ്പ് തുറക്കുമ്പം കഴിക്കാനുള്ള വിഭവങ്ങൾ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചിക്കൻ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ടെന്ന് കുക്കറിലാണ് കറി വെച്ചിട്ടുള്ളത്. അടുപ്പത്തേക്കൊന്നും പോയിട്ടില്ല. പിന്നെ പത്തിരിയൊക്കെ കുറേ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അസ്രസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കിച്ചണിക്ക് വന്നത്. പിന്നെ വലിയ പണിയില്ലല്ലോ, പത്തിരിപ്പണിയാണല്ലേ വലിയ പണി. അപ്പോൾ കുളിക്കണതിൻ്റെ മുന്നേ രാവിലെ തന്നെ പത്തിരി ഉണ്ടാക്കി വെച്ചാണ്. അപ്പോൾ അതുകൊണ്ട് ആ പണി കഴിഞ്ഞാണ്. ഇനിയിപ്പോൾ ഇതാ നമുക്ക് ഇറച്ചിപ്പത്തിരിക്കുള്ള ഫില്ലിങ് വേണമല്ലോ. അപ്പോൾ അത് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു കടായി കടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. 2 പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സവാള കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 4 സവാള ഉണ്ട് തോന്നുന്നുണ്ട്. കുറച്ച് ലെയറായിട്ട് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് വലിയ പത്തിരിയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം ഫില്ലിങ് കുറച്ചധികം വേണമല്ലോ. അപ്പോൾ ഒരു 4 സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിലും അതൊക്കെ ഇട്ട് കൊടുത്തു. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ അതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇതാ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ചേർത്തിട്ടുണ്ട്. അങ്ങനെ സവാള വഴറ്റിയെടുക്കട്ടെ. പിന്നെ നമ്മൾ ഉള്ളി മസാലയ്ക്ക് സാധാരണ ചേർക്കൂലേ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ, അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും അതൊന്ന് ക്രഷ് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴല്ലേ ഇറച്ചിപ്പത്തിരി ആവുള്ളൂ അല്ലേ. ചിക്കനാണെങ്കിൽ ചിക്കനും ചേർക്കുക, ബീഫാണെങ്കിൽ ബീഫും ചേർക്കുക. അപ്പോൾ കുറച്ചുള്ളൂ കേട്ടോ. പിന്നെ മസാലപ്പൊടികളായിട്ട് അധികം പൊടികളൊന്നും ചേർക്കണില്ല. കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ബീഫല്ലേ നമ്മൾ ചേർക്കണത്, അപ്പം കുറച്ച് ബീഫ് മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഗരം മസാല വേണമെങ്കിൽ ഗരം മസാലയൊക്കെ ചേർക്കുക. അപ്പോൾ പൊടികളൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ഇപ്പോൾ ഇത്രയും പൊടികളാട്ടോ ചേർത്തിട്ടുള്ളത്. ഇനി ഇതാ നല്ലോണം ഒന്നും കൂടെ വഴറ്റി കൊടുക്കുന്നുണ്ട്, പൊടികളെ പച്ചമണം മാറുന്നത് വരെ. പിന്നെ ഞങ്ങൾ ഇറച്ചിപ്പത്തിരി എന്ന് ആണ് കേട്ടോ ഇതിന് പറയല്. പിന്നെ ചട്ടിപ്പത്തിരി ചിലൊരു മധുരം ഇട്ടാണ്ട് ഉണ്ടാക്കുമല്ലോ. മുട്ടൻ്റെ മിക്സിൽ പഞ്ചസാരയൊക്കെ ചേർത്താണ്ട് പിന്നെ അതിക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്ത് ഇട്ടാണ്ട് ലെയറായിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കും. അങ്ങനത്തെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കും ഞാൻ. അധികം അതേപോലെ എരിവുള്ളതാട്ടോ, ബീഫോ ചിക്കനൊക്കെ ഇട്ടാണ്ടാണ് ഉണ്ടാക്കൽ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റുമാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. നമ്മളിത് സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യമൊക്കെ. അപ്പോൾ ഇതാ ബീഫ് ക്രഷ് ചെയ്തിട്ട് അതും അതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. മസാല ആയിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയിലല്ല മല്ലിയില കട്ട് ചെയ്തത് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ചേർത്താൽ മതി, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ കറിവേപ്പിൻ്റെ ഇല മാത്രമായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ചിലർക്ക് മല്ലിയില എങ്ങനെ ആ സ്നാക്സിൽ കടിക്കണത് ഇഷ്ടമുണ്ടാവില്ല. ചിലർക്കാണെങ്കിൽ അതിൻ്റെ ഫ്ലേവർ നല്ല ഇഷ്ടമായിക്കാരം. അപ്പോൾ അവിടെ എൻ്റെ റിച്ചുവിന് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ അധികവും സ്നാക്സൊക്കെ അങ്ങനെ ചേർക്കലില്ല, അതുകൊണ്ടാണ് കുറച്ച് ചേർത്തത്. പിന്നെ അതാ മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 സ്പൂണ് പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടിക്ക് പകരം കുറച്ച് പാല് ചേർത്താലും മതി. പിന്നെ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കണ്ടേനി കേട്ടോ. ഞാൻ ആ സമയത്ത് ഒഴിക്കാൻ മറന്നിട്ടുണ്ടേനി, പിന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേനി. അപ്പോഴുള്ളൂ ആ ദോശ റെഡിയായി കിട്ടുക കേട്ടോ. ചട്ടിയിൽ ഒട്ടിപ്പിടിക്കാതെ നല്ല വൃത്തിക്ക് കിട്ടുക. പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്ത് കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തു. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതാവുന്ന മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊന്നും ഞാൻ പറയണില്ല കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എത്ര വെള്ളം ഒഴിച്ചു കൊടുത്തത്. കുറേശ്ശെ ചേർത്തിട്ട് ഇങ്ങനെ മിക്സാക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്കറിയാലോ നമ്മൾ ദോശയാണ് ഉണ്ടാക്കുന്നത്, പിന്നെ മൈദ ദോശ. അല്ലെങ്കിൽ ഇങ്ങനെ ഈ മൈദ നമ്മൾ നല്ലോണം ചപ്പാത്തി മാവിൻ്റെ പോലെ കുഴച്ചെടുത്താണ്ട് ഇങ്ങനെ പരത്തിയെടുക്കൂലേ, അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുക. പക്ഷെ അതിലാറ് സുഖം ഇങ്ങനത്തെ ദോശ ഉണ്ടാക്കിയാണ്ട് ചട്ടിപ്പത്തിരി ഉണ്ടാക്കണതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക കേട്ടോ. കയ്യിലോണ്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക. നമ്മൾ സാധാ ദോശ ചുടുന്ന പോലെ തന്നെ. തീ കൂടി പോവരുത്. തീ കൂടിപ്പോയാൽ വേഗം കരിയും. മൈദയും പാൽപ്പൊടിയൊക്കെ അല്ലേ, അപ്പോൾ പെട്ടെന്ന് കരിയും. അപ്പോൾ അതേപോലെ ഒക്കെ ചുട്ടെടുക്കാം കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ മൈദമാവ് കുഴച്ച് പരത്തി അപ്പം ഉണ്ടാക്കണക്കാട്ടിലും സുഖം ഇതേപോലെ കേട്ടോ. ദോശ ഉണ്ടാക്കുന്നതാണ് എനിക്ക് ഇതാണ് എളുപ്പം. പിന്നെ നമ്മൾ ചിക്കൻ റോളും ബീഫ് റോളും ഒക്കെ ഉണ്ടാക്കൂലേ, അപ്പോഴും ഇതേപോലത്തെ ദോശ തന്നെ കേട്ടോ ഞാൻ ഉണ്ടാക്കൽ. അങ്ങനെ ദോശയൊക്കെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് പത്തിരി ഉണ്ടാക്കാം. അപ്പോൾ ദോശയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് ആ ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ 5 കോഴിമുട്ടയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക്. അപ്പോൾ അത്യാവശ്യം കുറച്ച് കനമുള്ള വലിയ പത്തിരി കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ 5 കോഴിമുട്ടയാണ് എടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ കുറച്ച് പാലും കൂടെ ഇതിലേക്ക് ചേർക്കണമെങ്കിൽ ചേർക്കട്ടോ, ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാൻ ചേർത്തിട്ടില്ല, ഞാൻ 5 മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്പൂൺ കൊണ്ട് നല്ലോണം ഇതേപോലെ മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ചട്ടിപ്പത്തിരിയൊക്കെ പല ആൾക്കാരും പല രീതിയിൽ ഉണ്ടാക്കും. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെങ്ങനെ ഉണ്ടാക്കലെന്നൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഇതിക്ക് മുട്ട കുറച്ചധികം വേണം. അപ്പോൾ മുട്ടയൊക്കെ ഞാൻ പതിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ നമ്മൾ പത്തിരി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ദോശ ചുട്ടെടുക്കുമ്പം ഏത് പാത്രത്തിലാണോ പത്തിരി ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ദോശ ഉണ്ടാക്കണം കേട്ടോ. ചെറിയ ദോശ ആയാൽ പറ്റൂല. അപ്പോൾ ഇതിൻ്റെ അത്ര വലുപ്പത്തിലുള്ള ദോശയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ആ ഒരു മുട്ടൻ്റെ ബാറ്ററിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ദോശ ഇതേപോലെ മുക്കിയെടുക്കുക. 2 ഭാഗത്തും ആവണം കേട്ടോ. എന്നിട്ട് നമ്മളെ പാത്രത്തിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തിട്ടുണ്ടായിനി. ഇനി ഇതേപോലെ ചുളിഞ്ഞൊക്കെ നിൽക്കുകയാണെങ്കിൽ നിവർത്തിയൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ദോശയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയ ഫില്ലിങ്ങും അതിക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് നിരത്തി കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു ദോശ എടുത്തിട്ട് മുട്ടൻ്റെ ബാറ്ററിൽ മുക്കിയിട്ട് വീണ്ടും അതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുക. അങ്ങനെ നമുക്ക് ലെയറായിട്ട് അങ്ങനെ ചെയ്യാം. അപ്പം ഞാൻ ഒരു 2-3 കോഴിമുട്ട പുഴുങ്ങിയെടുക്കും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇതേപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ കൂടെ അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതും ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ആ ഉള്ളി മസാല തന്നെ മതി കേട്ടോ. ബീഫൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ നമ്മൾ, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഒരു 3 കോഴിമുട്ടയും കൂടെ പുഴുങ്ങിയിട്ട് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വീണ്ടും ഒരു ദോശ മുട്ടൻ്റെ ബാറ്ററിൽ മുക്കിയിട്ട് അതിൻ്റെ മേലെ വെച്ച് കൊടുത്തു. വീണ്ടും ഫില്ലിങ് വെച്ച് കൊടുത്തു. വീണ്ടും മുട്ട വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നമുക്ക് എത്ര ദോശയാണോ ഉള്ളത് ഫില്ലിങ് കഴിയോളം അങ്ങനെ വെക്കും കേട്ടോ ഞാൻ. അപ്പോൾ നമ്മൾ 1 കപ്പ് കൊണ്ടുള്ള ദോശയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു ദോശ ബാലൻസ് വന്നിട്ടുണ്ടായിന് കേട്ടോ. ഫില്ലിങ് തീർന്നപ്പോൾ ഞാൻ അതവിടെ മാറ്റി വെച്ച്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിലത്തെ ആവശ്യത്തിന് ഉണ്ടാക്കാം. അതേപോലെ ചട്ടിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് സെയിൽ ചെയ്യുകയും ചെയ്യാം കേട്ടോ. എനിക്ക് ആദ്യമൊക്കെ ചട്ടിപ്പത്തിരിക്കൊക്കെ ഓർഡർ കിട്ടലുണ്ടായിന്. ഈ സൗദിക്കൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, ഓരൊക്കെ ഓർഡർ ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് പുറത്തേക്ക് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ പുറത്തേക്കും ഉണ്ടാക്കി കൊടുക്കാം. മധുരമുള്ള പത്തിരീൻ്റെ റെസിപ്പി ഞാൻ പിന്നെ ചെയ്യണ്ട കേട്ടോ. ഇവിടെ കുട്ടികൾക്കും ബാബുവിനൊന്നും മധുരമുള്ളത് ഇഷ്ടമല്ല. ഒക്കെ എരിവുള്ള പലഹാരത്തിനോടാണ് എല്ലാവർക്കും ഇഷ്ടം. പിന്നെ എനിക്ക് പിന്നെ ഷുഗർ ആയതുകൊണ്ട് അങ്ങനെ മധുരമുള്ളത് കഴിക്കാനും പറ്റൂലല്ലോ. അപ്പോൾ ഞാനും അധികം എരിവുള്ള പലഹാരം തന്നെയാണ് കേട്ടോ ഉണ്ടാക്കൽ. അപ്പോൾ ഇതാട്ടോ ഇതേപോലെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ അങ്ങനെ ദോശ മുട്ടൻ്റെ ബാറ്ററിൽ മുക്കി അതിക്ക് ഫില്ലിങ് വെച്ച് കൊടുത്ത് പിന്നെയും മുട്ട വെച്ച് കൊടുത്ത് അങ്ങനെ ലെയറായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പാത്രം നിറയാനായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇന്ന് പത്തിരിയൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചോണ്ടേ ഒരുപാട് ജോലികൾ കുറഞ്ഞ പോലെ ഉണ്ട് കേട്ടോ. പത്തിരി ചുടുമ്പോഴാണ് എനിക്ക് സമയം കുറേ വേണ്ടി വരും. അപ്പം ഇന്നത്തെ ദിവസം എന്തായാലും ഇങ്ങനത്തെ പലഹാരം കൂടി ആയതുകൊണ്ട് എണ്ണയൊന്നും അധികം വേണ്ടല്ലോ. എണ്ണ ഇതിക്ക് നമ്മൾ മാവുക്ക് ചേർത്ത് കൊടുത്തു. മൈദ ദോശ ഉണ്ടാക്കിയില്ലേ, അപ്പോൾ മാവുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. അല്ലാതെ നമ്മൾക്ക് എണ്ണയിൽ മുക്കിപ്പൊരിക്കണ പലഹാരമൊന്നും അല്ലല്ലോ. അപ്പോൾ എണ്ണയിൽ മുക്കിപ്പൊരിക്കണ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഇങ്ങനത്തെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കണം. ഇതിന് പിന്നെ മുട്ട കുറച്ച് അധികം വേണം, അത്രേ ഉള്ളൂ. അങ്ങനെ കേട്ടോ ദോശയൊക്കെ ഞാൻ ഇതേപോലെ വെച്ച് കൊടുത്ത് ഫില്ലിങ്ങും വെച്ച് കൊടുത്തു. ലാസ്റ്റത്തെ ദോശൻ്റെ മേലെ കൂടെ ഈ ഒരു മുട്ടൻ്റെ ബാറ്റർ ബാക്കിയുള്ളത് അത് അതിൻ്റെ മേലെ കൂടെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇനി കരിഞ്ഞു പോകുന്നൊക്കെ പേടിയുള്ളവർക്ക് അതിൻ്റെ അടിയിലൊരു തട്ട് വെച്ചിട്ട്, തട്ടോ അല്ലെങ്കിൽ പഴയ എന്തെങ്കിലും ഒരു പാന് വെച്ചിട്ട് തീ ഓണാക്കി കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് ഈ പാത്രം വെച്ച് കൊടുത്താലും മതി കേട്ടോ. ഞാൻ അപ്പം ഇതേപോലെ തന്നെ അങ്ങനെ അടുപ്പത്തേക്ക് വെക്കുക ചെയ്യുന്നത്. നോൺ സ്റ്റിക്കിൻ്റെ പാനല്ലേ, അങ്ങനെ അടി പിടിക്കൊന്നുമില്ല. അപ്പോൾ ഇനി ഒരു 20 മിനിറ്റ് ആവട്ടെ. അപ്പോൾ ഇന്നത്തെ ഗിവ് അവേ വിന്നർ നമുക്ക് തിരഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഷെരീഫ ലത്തീഫാണ് കൂടുതൽ കമൻറ്റ് തന്നിട്ടുള്ളത്. അപ്പോൾ ഷെരീഫത്താക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുത്തതാണ്.
പിന്നെ അതിൻ്റെ താഴെ ഫന്ന കയറ്റി ആ ഒരു കമൻ്റാണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ അതിൻ്റെ താഴെയുള്ളതാണ് കേട്ടോ. ഹംദാൻ 604, പിന്നെ മുബഷിറ ജൗഹർ, അതൊക്കെ അതിന് താഴെ വന്നിട്ടുള്ള കമൻ്റാണ്. 604 കമൻ്റാണ് ഓരൊക്കെ തന്നിട്ടുള്ളത് കേട്ടോ. അപ്പം നമുക്ക് ഇപ്രാവശ്യം ഫന്ന കേറ്റിക്ക് കൊടുക്കുക ഗിഫ്റ്റ്. ഒരു 660 കമൻ്റാണ് കേട്ടോ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് തുടർന്നുകൊണ്ടേക്കും. അപ്പോൾ എല്ലാവരും കമൻ്റൊക്കെ ഇടുക. അടുത്ത പ്രാവശ്യം ആരാ വിന്നർ എന്ന് അറിയില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മളെ വിന്നർക്ക് അയച്ചു കൊടുത്ത ഗിഫ്റ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ജസീല എന്നുള്ള ഒരു ഐ ഡിയിൽ നിന്നാണ് നമുക്ക് ടോപ്പ് കമൻറ്റ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്കാണ് ഗിഫ്റ്റ് അയച്ചു കൊടുത്തിരുന്നത്. അപ്പോൾ അവർ ഗിഫ്റ്റ് കിട്ടിയിട്ട് ഇത് അൺബോക്സ് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. ഇത് ഉണ്ണിയപ്പച്ചട്ടയാണ് നമ്മൾ അന്ന് കൊടുത്തത്. അപ്പോൾ ഇനി ഫന്ന കേറ്റിക്കുള്ള ഗിഫ്റ്റ് ഞാൻ ഇൻഷാല്ലാ അടുത്ത ദിവസം തന്നെ അയച്ചു കൊടുക്കും. അപ്പോൾ ഗിഫ്റ്റ് കിട്ടാത്തവരാരും വിഷമിക്കേണ്ട, എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടുന്ന രീതിയിൽ തന്നെ ആയിക്കാരും നമ്മളെ ഗിവ് അവേ കേട്ടോ. അപ്പം ചട്ടിപ്പത്തിരി അടുപ്പത്ത് വെച്ച് പിന്നെ നമ്മളെ പത്തിരി ചുടലൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഒന്ന് കാണിച്ചതാട്ടെ വീഡിയോയിൽ. അപ്പോൾ നമ്മളെ ചട്ടിപ്പത്തിരിയൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് തോന്നുന്നുണ്ട്. നല്ല സ്മെല്ല് വന്നപ്പോൾ ഞാൻ തുറന്നു നോക്കിയതാട്ടോ. പിന്നെ ഒരു ടൂത്ത് പീക്ക് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി, നമ്മൾ കേക്കൊക്കെ വെന്തിക്കണോ നോക്കണ പോലെയും. അതേപോലെ ആ മേലത്തെ അപ്പൊക്കെ നല്ലോണം വെന്താണ് ഞാൻ തൊട്ട് നോക്കിയപ്പോൾ. അപ്പോൾ ഇനി തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാമെന്ന് കരുതി. അങ്ങനെ വേറൊരു പാന് അതിൻ്റെ മേലേക്ക് വെച്ചിട്ട് അതിലേക്ക് കമിഴ്ത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് നേരം ചെറിയ തീയിലിട്ടിട്ട് കുറച്ച് നേരം കൂടെ ഇവിടെ കിടക്കട്ടെ, ഒരു 5 മിനിറ്റൊക്കെ മതി. അപ്പോൾ കണ്ടോ നമ്മൾ ചട്ടിപ്പത്തിരി അടിയിലൊന്നും പിടിക്കാതെ നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിക്കാൻ. അപ്പോൾ ഇതൊന്നൊരു പീസ് കഴിച്ചാൽ തന്നെ വയറ് ഫില്ലാവും. കുറേ ലെയർ ആയിട്ടുള്ള പത്തിരി ആയതുകൊണ്ടേ അത്യാവശ്യം നല്ല കനമുള്ള പത്തിരിയാണ് കേട്ടോ. ഒരു കഷ്ണം കഴിച്ചാൽ തന്നെ വയറൊക്കെ നിറയും. അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് വെക്കണം. നല്ല ചൂടാണ് കേട്ടോ. നോമ്പ് തുറക്കാനായി തുടങ്ങിയിട്ടുണ്ട് സമയം. അപ്പോൾ കട്ട് ചെയ്ത് വെച്ചാൽ ചൂടാറിക്കോളും. അപ്പം ഇന്നത്തെ ദിവസം ഒരു മടിയുള്ള ദിവസമാണ് കേട്ടോ. ഇന്ന് ജ്യൂസൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ബാബുവിനോട് കരിമ്പ് ജ്യൂസ് കൊണ്ടുവരാൻ പറഞ്ഞാണ്. അപ്പം അതുകൊണ്ട് പിന്നെ ജ്യൂസ് ഉണ്ടാക്കണ്ട. പിന്നെ പത്തിരി നേരത്തെ ഉണ്ടാക്കി വെച്ച്, പിന്നെ കറി ആയിട്ടുണ്ട്. എനിക്ക് പുറത്ത് പോവാണ്ടായിന് കേട്ടോ. അങ്ങനെ പുറത്ത് പോയൊക്കെ വന്നപ്പോഴേ ഭയങ്കര ക്ഷീണം. അപ്പം പണിയെടുക്കാൻ മടിയാണല്ലോ ചില ദിവസങ്ങളിൽ. അങ്ങനത്തെ ഒരു ദിവസമായിന് ഇന്ന്. അപ്പോൾ എന്തായാലും നമ്മളെ ചട്ടിപ്പത്തിരിയൊക്കെ സൂപ്പറായിന് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാ. ടേബിളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാബു തന്നെ കടയിൽ നിന്ന് വന്നിട്ടുണ്ടേനും. അപ്പോൾ നോമ്പ് തുറക്കാനാവുമ്പോഴാണ് വരല്. അപ്പോൾ നമ്മൾ കരിമ്പ് ജ്യൂസ് ഗ്ലാസ്സിക്കൊക്കെ ബാബുവിന് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബോട്ടിലാക്കിയിട്ട് കൊണ്ടുവന്നതേനി. അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. അൽഹംദുലില്ലാ റാഹത്ത് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ തന്നെയാണ് കഴിക്കുക. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ആക്കം പോലെയാണ് പത്തിരിയൊക്കെ കഴിക്കൽ കേട്ടോ. അങ്ങനെ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ ബാങ്കിനെ കാത്തിരിക്കുകയാണ്. ബാങ്ക് കൊടുത്താൽ നോമ്പ് തുറക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.